കേരള സർവകലാശാലയുടെ 2024-25 വർഷത്തെ ബജറ്റിൽ വരവിന് തുല്യമായ ചെലവുകൾ മാത്രമേ കണക്കുകൂട്ടുന്നുള്ളൂ. 810 കോടി രൂപ. എന്നാൽ ഇടതുപക്ഷത്തിന് മൃഗീയ ഭൂരിപക്ഷമുള്ള സെനറ്റിൽ അക്കാദമിക കാര്യങ്ങളിലും അടിസ്ഥാന വികസന കാര്യങ്ങളിലും വകയിരുത്തലുകളുണ്ട്. LDFിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. അതിലൊന്നാണ് കേരള സമ്മേളനം. കേരളത്തിന്റെ സാമൂഹികം, സാംസ്കാരികം, സാഹിത്യം, രാഷ്ട്രീയം, വിദ്യാഭ്യാസം, തൊഴിൽ സവിശേഷതകളും സാധ്യതകളും പരിശോധിക്കാനാണ് കേരള സമ്മേളനം. ഒരു നവകേരളം രൂപപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ സ്വരൂപിക്കാനാണ് കേരള സമ്മേളനം നടത്തുന്നതെന്ന് ബജറ്റ് വ്യക്തമാക്കുന്നു. ഇതിനായി നീക്കിവെച്ചത് 25 ലക്ഷം രൂപയാണ്. മറ്റൊരു നിർദ്ദേശമാണ് ഗുരുദേവനെ അറിയാനായി ശ്രീലങ്കയിലേക്കുള്ള പഠനയാത്ര. ശ്രീനാരായണ ഗുരു സന്ദർശനം നടത്തിയ ഏക വിദേശ രാജ്യമായ ശ്രീലങ്കയിലേക്ക് വിദ്യാർത്ഥികളും സർവകലാശാല പ്രതിനിധികളും പോകുന്നതാണ് പദ്ധതി. ശ്രീനാരായണ ഗുരുവും സിലോൺ യാത്രയും എന്ന സന്ദേശയാത്രയ്ക്കായി 10 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് സർവകലാശാല ഈ ബഡ്ജറ്റ് അംഗീകരിച്ചിട്ടുള്ളത്. പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുള്ള ബജറ്റ് നിർദ്ദേശങ്ങളുമുണ്ട്. ചിലന്തിയെ ഉപയോഗിച്ച് കീടനിയന്ത്രണത്തിനായി പഠനത്തിന് 2 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. കുട്ടനാട്ടിലെ കർഷകരുടെ ആശയത്തിൽ നിന്ന് കടം കൊണ്ടതാണ്. കേരള സർവകലാശാല കുടിവെള്ള പദ്ധതി തുടങ്ങുകയാണ്. സർവകലാശാലയിലെ ജലസ്രോതസ്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള KU വാട്ടർ പദ്ധതിക്ക് 20 ലക്ഷം രൂപ വകയിരുത്തി. 60 ലക്ഷം രൂപ മുടക്കി കാര്യവട്ടത്ത് ടർഫ് നിർമ്മിക്കുന്നത് ബജറ്റ് നിർദ്ദേശമാണ്. സെനറ്റ് അംഗങ്ങൾക്ക് സർവകലാശാലയിൽ വിശ്രമിക്കാൻ സെനറ്റേഴ്സ് ലോഞ്ചും ബജറ്റിലുണ്ട്. പനിക്കുറുക്കയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള പഠനം പോലുള്ള ഗവേഷണ നിർദ്ദേശങ്ങളും ബജറ്റിൽ ഇടം നേടി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.